ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ അല്പം പണം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അളവറ്റ് വർദ്ധിച്ചു വരും. ചെയ്തു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ചൊവ്വാഴ്ച വീട്ടിൽ ഒരു പിടി മണ്ണ് കൊണ്ട് ചെയ്യാവുന്നൊരു വിദ്യയുണ്ട്. ആ ഭൂമിയിലെ ദോഷങ്ങളൊക്കെ മാറും. നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് പറയുന്നുണ്ട്. ഏത് ദിവസം വീട്ടിലേക്ക് സ്വർണം വാങ്ങിച്ചാൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും. നമ്മൾ സ്വർണം വാങ്ങിക്കുന്നവർ ഏത് ദിവസം വാങ്ങിച്ചാൽ, പിന്നെ വീട്ടിലേക്ക് ഏത് ദിവസം വസ്ത്രവും പിന്നെ നമുക്ക് ആഹാരത്തിനുള്ള പലവ്യഞ്ജനങ്ങളും അരിയും ഒക്കെ ഏതേത് ദിവസം, വ്യത്യസ്ത ദിവസങ്ങളാണ്, ഏതേത് ദിവസങ്ങളിൽ വീട്ടിലേക്ക് കയറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പിന്നെ ഹസ്തരേഖയുടെ 2 രഹസ്യങ്ങൾ. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള പ്രയോജനങ്ങളുണ്ടാകും. ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് പറയുന്നത്. ഇതാദ്യം പറഞ്ഞത് നിങ്ങളൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്നല്ലേ നാളെ എന്നും പ്രയോജനപ്പെടുന്ന കാര്യവും ഇന്നല്ലേ നാളെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളും എല്ലാമാണ് പറയുന്നത്. കാരണം ഇത് പറയാൻ കാര്യം, ഇന്നിപ്പോൾ എന്നെ പുത്തങ്ക അമ്പലത്തിൽ വന്നിട്ട് എന്നെ കാണാൻ വന്ന ഒരു ആളെന്നോട് ചോദിച്ചു, സാറേ സ്വർണം മേടിക്കാൻ പറ്റിയ ഏതെങ്കിലും ദിവസങ്ങളുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് പഴയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 1500 വീഡിയോ ആയി. ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം അത് അന്ന് വീഡിയോ ചെയ്യാൻ കാര്യം, ഞാനിതുപോലെ സ്വർണം വാങ്ങാൻ വേണ്ടി ഒരു കല്യാണക്കാര്യത്തിന് ഒരു വ്യക്തി എന്നോട് വന്ന് ദിവസം ചോദിച്ചു. ഞാൻ ആ ദിവസം പറഞ്ഞു കൊടുത്തു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ഈ വ്യക്തി വീണ്ടും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ ആ ഡേറ്റിന്, ആ ദിവസം ഞങ്ങൾ സ്വർണം വാങ്ങി, അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നല്ല, ഞങ്ങൾക്ക് വർദ്ധിച്ച് പൊലിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് 1500 ഏത് വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യം കൂടെ ഒരു അവസാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും പെടട്ടെ എന്ന് കരുതി. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു വസ്ത്രമായാലും അരി സാധനങ്ങളുമാണേലും ഏതേത് ദിവസങ്ങളിൽ വീട്ടിലേക്ക് കയറ്റണം, അത് ഗുണമുണ്ടാവും. അപ്പോൾ അത് വിശദമായിട്ട് കാണുക കേട്ടോ. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ 2 ഹസ്തരേഖ രഹസ്യവും. നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വയം കയ്യിൽ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ പറ്റിയ 2 രഹസ്യങ്ങൾ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അത് ആവശ്യമുള്ളവർ മുഴുവൻ കാണുക. നേരത്തെ പറഞ്ഞതേ. അപ്പം ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇവയൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നോ ഒരാഴ്ച ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നോ ഒന്നും വിചാരിച്ചാലും ചെയ്യരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. പിന്നെ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ജോലി കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ 1500 വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്, വഴിപാട് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ ഒന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുകയും പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കി തന്നെയാണ്, ഫ്രീ ആകാറില്ല. അതുകൊണ്ടാണ്. അപ്പം വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക. എന്നാൽ എല്ലാവർക്കും റിപ്ലൈ തരാനൊന്നും പറ്റത്തില്ല. കാരണം അതുപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്. വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, പലരും ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഫ്രീ ആകുന്നതനുസരിച്ചായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ റിപ്ലൈ തരാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല, ഒന്നും വിചാരിക്കരുത്. ഫ്രീ ആകുമ്പോൾ ശ്രദ്ധപ്പെടുന്നതിനാണ് റിപ്ലൈ തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഇനി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഫലം കാണും കേട്ടോ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ഈശ്വരനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശ്വര. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഏതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരല്പം പണം കയ്യിലുള്ള പോലെ ഞാൻ പറയുന്ന രീതിയിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ പണം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം സൂക്ഷിച്ചു വെക്കണം, ഉള്ള പോലെ മതി. അങ്ങനെ ചെയ്താൽ പണം അളവറ്റ് വർദ്ധിച്ചു വരും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു നോക്കുക.
നമ്മളുടെ പരിശ്രമവും ജോലിയും ഒക്കെ അതിൻ്റെ കൂടെ വേണം, വേണ്ടെന്നല്ല പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്പം ഭാഗ്യം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി പരിശ്രമങ്ങൾക്ക് വലിയ റിസൾട്ട് ചിലപ്പോൾ കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് എപ്പോഴും ചെയ്യണം, പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അതോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ചിലർ വിചാരിക്കും അവിടെ ഈ ഒരു ദിവസം വീട്ടിൽ ഇച്ചിരി പണം വെച്ച് കഴിഞ്ഞാൽ പണം വർദ്ധിച്ചു വരും, അമ്പട ഇതന്നെ ഒരു കാര്യം കൊള്ളാവോ, ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ, ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. കാരണം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തവർക്ക്. അത് പലർക്കും അറിയുകയും ചെയ്യാം. എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നു, അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കുക, അങ്ങനെയല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. നല്ല കാര്യമാണ്, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഏത് ദിവസമാണ് എങ്ങനെയാണ് മുഴുവൻ കേട്ടിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, ഏറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത്. കാർത്തിക നാൾ വരുന്ന ദിവസം, എല്ലാ മാസവും ഉണ്ട് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം. അന്ന് നിങ്ങൾ പച്ച കോട്ടൺ തുണി ജവളിക്കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് അല്പം പണം നിങ്ങളുടെ ഉള്ള പോലെ പണം ഈ പച്ച കോട്ടൺ തുണിക്കകത്ത് വെച്ച് തുണി മടക്കി നിങ്ങൾ ക്യാഷ് ഫ്ലോയിൽ വെച്ച് പൂട്ടണം. അപ്പം കാർത്തിക നക്ഷത്രത്തിൻ്റെ വരുന്ന അന്നേ ദിവസം രാവിലെ 6:30 വേണം, 6:30 ഒരു ഏകദേശം 6:06 വേണം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വേണം ഇത് ചെയ്യാൻ. നിങ്ങൾ ഈശ്വര എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് നൽകണേ, അവിടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് കൃഷ്ണമന്ത്രം ജപിക്കാം, ദേവിയും മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുക, അതൊക്കെ ജപിക്കാവുന്നവർ ജപിച്ചോളൂ, ജപിക്കാൻ പറ്റുന്നവർ ജപിച്ചോളൂ. ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യണം, ഈശ്വര ഈ സമ്പത്ത് എനിക്ക്, ഈ പണം എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ ഈശ്വര, അവിടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി, കൂടിക്കൂടി നന്ദി എന്ന് പ്രാർത്ഥിച്ച് പട്ടുതുണി വേണ്ട, പച്ച കോട്ടൺ തുണിക്കകത്തുനിന്ന് പച്ച കോട്ടൺ തുണിക്കുള്ളിൽ നിങ്ങളുടെ പണം വയ്ക്കുക. അത് എൻ്റെ തുണി മടക്കി വെക്കുക, ക്യാഷ് ഡ്രോയിൽ വെക്കുക. ഡ്രോയിൽ നിങ്ങളുടെ അലമാര ഡ്രോയിൽ എല്ലാം വെച്ച് പൂട്ടുന്ന ഡ്രോ ആയിരിക്കണം. അന്ന് 6-നും 6:30 വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം തുറന്ന് നോക്കരുത്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് അത് ഉപയോഗിക്കാം. ഇതെല്ലാ മാസവും ചെയ്യുക, ചെയ്തു നോക്കുക, അപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായി വരും, യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്കിത് തന്നെ ചെയ്യാം. അതായത് ചൊവ്വാഴ്ച രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് ഇതുപോലെ പണം വെച്ച് അപ്പോഴേ നിങ്ങളുടെ കുടുംബദേവതയോട് പ്രാർത്ഥിക്കണം കേട്ടോ. കുടുംബദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കണം. കുടുംബദേവതയെ അറിയാമെങ്കിലും കൊള്ളാം, അറിയത്തില്ലെങ്കിലും കൊള്ളാം. എൻ്റെ കുടുംബദേവതയെ എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണേ എന്നൊരു കർപ്പൂരം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ പച്ച കോട്ടൺ തുണിക്കകത്ത് അല്പം പണം വെച്ച് പച്ച കോട്ടൺ തുണിക്കുള്ളിൽ പണം വെച്ച് വേണം മടക്കാൻ. അതായത് ഈ പണം ഇരിക്കുന്നത് പച്ച കോട്ടൺ തുണിക്കുള്ളിലായിരിക്കണം, അകത്ത് വെച്ച് മടക്കുക. എന്നിട്ട് നിങ്ങളുടെ അലമാരയുടെ എല്ലാം ക്യാഷ് ഡ്രോയിൽ വെച്ച് പൂട്ടുക. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ 6-നും 6:30 ഇടയ്ക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം തുറന്ന് നോക്കരുത്. പിറ്റേ ദിവസം പണം എടുക്കാം, ഒരു കുഴപ്പമില്ല, അത് നിങ്ങളെ ഉള്ള പോലെ മതി. അപ്പോൾ ഇത് ചൊവ്വാഴ്ച ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു തട്ടം വെച്ച് കൈയും കാലും മുഖം കടിയിലേക്ക് കുളിച്ചിട്ട് ഒരു തട്ടം വെച്ച് അതിൽ കർപ്പൂരം കത്തിച്ച് എൻ്റെ കുടുംബദേവതയെ എനിക്ക് സമ്പത്തും ഐശ്വര്യം വർദ്ധിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് 3 തവണ തൊട്ട് തൊഴുത് വാ കൊണ്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം ചൊവ്വാഴ്ച ചെയ്യാൻ. കാർത്തിക നാൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈശ്വര എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വര എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ശിരസ്സ് മേലിലോട്ട് ഉയർത്തി ആകാശം സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ. എന്നിട്ട് വേണം കാർത്തിക നാളിലെന്ന് വെക്കാം. അപ്പം ചൊവ്വാഴ്ചകൾ ഒരു മാസം ഇപ്പം 4 ആഴ്ച കാണുമല്ലോ, അപ്പം 4 ചൊവ്വാഴ്ച. പിന്നെ കാർത്തിക നാൾ മാസത്തിൽ 1 വരുന്നു കാർത്തിക നക്ഷത്രം. അപ്പോൾ അങ്ങനെ ഈ ദിവസങ്ങളിൽ ഞാനീ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് ജീവിതം മാറിയ എത്രയോ അനുഭവങ്ങൾ. അതുപോലെ ചൊവ്വാഴ്ചകളിൽ വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങുക. നിങ്ങൾക്കിപ്പം അത്യാവശ്യമുള്ളപ്പോൾ അരി സാധനം വാങ്ങാം, അതല്ല പറഞ്ഞു. അല്പം അരി സാധനമെങ്കിലും ചൊവ്വാഴ്ചകൾ വീട്ടിലേക്ക് കയറ്റുക, ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ, അനുഭവം ഒരുപാടുണ്ട്. ഇനിയും വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വസ്ത്രം വാങ്ങാം, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു. കറുത്തവാവ് കഴിഞ്ഞത് വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക.
ഐശ്വര്യം ഉണ്ടാകും. കറുത്ത വാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ച. ആരോടും ചോദിക്കേണ്ട, കലണ്ടർ എടുക്കുക, അതിൻ്റെ ഡേറ്റിന് താഴെ കറുത്ത വട്ടം കാണും. അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച എന്തെങ്കിലും വസ്ത്രം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക, ഇല്ലേ വാങ്ങണ്ട. അല്ലാതെ ആവശ്യമുള്ളപ്പോൾ വേറെ വാങ്ങാം, അതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷേ ഈ ദിവസം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ ആ ശുക്രൻ്റെ സ്വാധീനം കൂടുതലായിട്ട് ജീവിതത്തിൽ ഉണ്ടായി വരും. വസ്ത്രം അപ്പം ഞാൻ മനസ്സിലായി. അത് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. സ്വർണം വാങ്ങുമ്പം കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച വാങ്ങി നോക്കുക. ഒരു വ്യക്തി അത് വാങ്ങി അവരുടെ ജീവിതത്തിൽ അത് പൊലിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ അത് വർദ്ധിച്ച് അതുകൊണ്ട് കൂടുതൽ ഐശ്വര്യം ഉണ്ടായി, അത് പൊലിച്ചു വന്നു, അതുകൊണ്ട് കൂടുതൽ വാങ്ങാൻ സാധിച്ചു എന്ന് ഇവിടെ വന്ന് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര സന്തോഷം, അയാളുടെ ജീവിതത്തിൽ എന്താ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആ സ്വർണം വാങ്ങിയതാണ്. കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച വാങ്ങുക. എന്നിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക, അല്ലെ നമ്മൾ വീട്ടിൽ വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് പിന്നീട് വർദ്ധിച്ചു വരും. ചില ദിവസം ഈ സ്വർണ്ണം ആയിക്കോട്ടെ, തുണി ആയിക്കോട്ടെ, ഇതൊക്കെ വാങ്ങിയാൽ നശിച്ചൂപ്പാട് വരും. ചില ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട്. അതിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നല്ലത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ഇപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് മാത്രം മതി. അപ്പം ഉയർച്ച ഉണ്ടായിക്കൊള്ളും. അപ്പം മറ്റു കാര്യങ്ങൾ അപ്രസക്തമാണ്. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉയർച്ചയ്ക്കുള്ള മാത്രം ചിന്തിക്കുക. അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ, താഴ്ചയ്ക്കുള്ള കാര്യങ്ങൾ ഇവിടെ അപ്രസക്തമാണ്. നമ്മൾ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനിയും ഈ നമ്മളുടെ വീട്ടിൽ നിങ്ങൾ വീടിനിപ്പോൾ എപ്പോഴും കലഹമാണ്, വഴക്കാല്, കേസാണ്, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാണ്, വീട്ടിലുള്ളവർക്കൊരു ഗതിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 5:30 5:45 ഇടയ്ക്ക് എഴുന്നേറ്റ് അത് ഒന്ന് കുളിക്കുക, അല്ലെ കൈയും കാലും മുഖം കഴുകി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എവിടെന്നെങ്കിലും അല്പം മണ്ണെടുത്ത് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇടതുകാല് മുന്നോട്ട് വെച്ച്, അപ്പം ഇത് മണ്ണ് എടുത്ത് പിടിക്കുന്ന വലത് കൈ പിടിക്കുക, ഇടതുകാല് മുന്നോട്ട് വെച്ച് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഓം ശരവണ ഭവായ നമ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനെ ലയിച്ച് ഒരു 3 തവണ ജപിക്കുക, അല്ലെങ്കിൽ 1 തവണയാണെങ്കിലും ജപിച്ചാൽ മതി. എന്നിട്ട് ആ മണ്ണ് നിങ്ങൾ വീട്ടിൽ വീണ്ടും ആ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ ആ മണ്ണ് നിങ്ങളുടെ ആ കിഴക്ക് ഭാഗത്തായിട്ട് ഇടുക. ഇത് കഴിവതും ആരും കാണാതെ ചെയ്യുക. ആരും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും വേറെ വല്ലതും ചെയ്യുക. നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നല്ലൊരു പ്രാർത്ഥനയാണ്. പക്ഷേ 1 2 ആരെങ്കിലും കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ ആ ഒരു കർമ്മത്തിന് ഫലദാനശേഷി കുറയും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, അത് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച ഒന്നുകൂടെ ചെയ്താൽ മതി. ഇത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച മാസത്തിൽ 1 വീതം പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ അതോടൊപ്പം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം മുരുകന് ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ നിങ്ങൾ മുരുകന് ത്രിമധുരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ത്രിമധുരത്തിന് രസീതെടുത്ത് ഓം ശരവണ ഭവായ നമ, ഓം ശരവണ ഭവായ നമ എന്ന് വാഗുണ്ടോ മനസ്സിലോ ജപിക്കാം, എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. 6 വലത്ത് വെച്ച് ത്രിമധുരത്തിന് രസീത് 6ാമത്തെ വലത്ത് നടക്കി വെച്ച് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ജീവിതമാർഗം നൽകണേ, സമ്പത്തും ഐശ്വര്യം നൽകണേ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഉടനെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ ഫലദാനശേഷി കുറയും. നമുക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഏത് വഴിപാടാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ നമ്മൾ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ മാസത്തിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച, പ്രത്യേകിച്ച് കറുത്തവാവ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഒരുപക്ഷെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വലിയ ലക്ഷങ്ങൾ മുടക്കി പലതും ചെയ്തിട്ടും ഭൂമി ദോഷം മാറുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ മാറിക്കിട്ടും. അത് ആവശ്യമുണ്ട് ചെയ്യുക. ഞാൻ മനസ്സിലായില്ലേ? ഇനി കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, സാറേ ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ക്വാർട്ടേഴ്സ് മാറി. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിനകത്ത് വലിയ ഒരു ഭയങ്കര ഒരു ദുരിതങ്ങളാണ്. ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ
ഈ ഒരു ഒരു അവിടുത്തെ എപ്പോഴും ഒരു നമുക്കറിയാലോ ഒരു ഐശ്വര്യം കുറവാണ്. കാരണം ഒരു തരത്തിലും പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, നമ്മൾ പച്ചമരുന്ന് കടയിൽ പോവുക, വലിയ കടലാടി, പച്ചമരുന്ന് കടയിൽ പറഞ്ഞാൽ മതി, വലിയ കടലാടി, ഇത് കമ്പ, ഒരു 30 രൂപ കൊടുത്ത് ഒരു കെട്ട് കിട്ടും. അത് വാങ്ങുക, അതിലൊരു കമ്പെടുത്ത് കത്തിച്ച് ഓരോ മുറിയിലും കാണിക്കുക. അപ്പം ചിലപ്പോൾ ഇത് കെട്ടുപോകും, വീണ്ടും കത്തിക്കണം. ജസ്റ്റ് പുക കാണിച്ചാൽ മതി. ആ കൂട്ടത്തിൽ ഓം ആയും ക്ലീം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് ജപിക്കുക ഒരു തവണ. പിന്നെ ബാക്കി ഇത് കാണിക്കുമ്പോഴെല്ലാം ഓം ഇല്ലാതെ ആയും ക്ലീം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് ജപിച്ചുകൊണ്ട് കാണിക്കുക. ഒരു കുഴപ്പമില്ല, അവിടെ കലഹങ്ങൾ മാറും, സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അത് നിങ്ങളുടെ ഒരു വാടക വീടാണേലും ഒരു ക്വാർട്ടേഴ്സ് ആണേലും സ്വന്തം വീടാണേലും എവിടെ പ്രശ്നമുള്ളിടത്ത് ചെയ്യുക. ദിവസം ഒരു നേരം ചെയ്യുക, അല്ലെ ദിവസം 2 നേരം ചെയ്യുക, രാവിലെയും വൈകിട്ട്. ഈ കമ്പ് പിറ്റേ ദിവസം ഉപയോഗിക്കുക, കെടുത്തി വെക്കുക. ഒരുപാട് പുകയൊന്നും കാണിക്കണം, ജസ്റ്റ് കാണിച്ചാൽ മതി. ഇനി അഥവാ കെട്ടുപോയാലും കത്തിച്ച് കാണിക്കുകയും മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ മുറിയിലും. എന്നിട്ട് അടുത്ത ദിവസം ഈ കമ്പ് ഉപയോഗിക്കുക. അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി ഉടനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അതൊക്കെ കാശുള്ളവർ ചെയ്തു, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, അതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നത്. ഇത് ഞാനീ പറഞ്ഞില്ല, വീഡിയോ കണ്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ചെറിയ ഒരു 2 ഹസ്തരേഖ രഹസ്യം പറയാം. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും, അതിൻ്റെ സംശയമൊന്നും വേണ്ട. അതായത് ഒന്നാമത്തെ പറയുന്നത് ഇതാണ്, യവചിഹ്നം എന്ന് പറയും. നമ്മുടെ ഈ പെരുവിരലില്ലേ, പെരുവിരലിൻ്റെ ഈ 1-ാം സന്ധിയിൽ ഒരു നെൽമണി പോലെ വൃത്തം കാണുക. കണ്ടോ, ഇതൊരു വൃത്തമാണ്, കണ്ടല്ലോ, ഇങ്ങനെ വൃത്തം കാണുക. ഒരു നെൽമണി പോലെ ഒരു വൃത്തം കാണുക. ഇത് മിക്കവരുടെയും പലരുടെയും കയ്യിൽ കാണും, ചിലരുടെ കയ്യിൽ കാണത്തില്ല. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് വൃത്തം കാണുക, ഇതിനെയാണ് യവചിഹ്നം എന്ന് പറയുന്നത്. യവചിഹ്നം. ഈ ചിഹ്നത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയോ? ഈ ചിഹ്നം ഉള്ളവർക്ക് ഈശ്വരാധീനം, അവിടെ ഉള്ളിലെപ്പോഴും ഒരു ദൈവാധീനം ഉണ്ടാകും. കാരണം ദൈവാധീനത്തിലേക്ക് ഇവർ ജീവിതത്തിലേക്ക് ദൈവാധീനത്തിലേക്ക് വരാൻ എപ്പോഴും സാധ്യത കൂടുതലാണ്. ഇവരെത്ര മോശം സാഹചര്യത്തിലാണേലും ഇവർക്ക് എന്തെങ്കിലും ഒരു ഈശ്വരാധീനം കൊണ്ടൊരു നന്മ ഉണ്ടാകും. ഇവർക്ക് എത്ര മോശം സാഹചര്യത്തിൽ പോയാലും ഇവർക്ക് എപ്പോഴും ഒരു ദൈവാധീനം ഇവരറിയാതെ തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, പക്ഷേ എങ്കിൽ എവിടെന്നെങ്കിലും ഒരു സഹായം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക ഇന്ന ക്ഷേത്രത്തിൽ പോവുക, ഇങ്ങനെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇവരുടെ ജീവിതം മാറാൻ ഒരു സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഈശ്വരാധീനത്തിന് വേണ്ട വഴികൾ തെളിഞ്ഞു വരുന്ന അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി? അതായത് ഇവരെ എപ്പോഴും ഒരു ദൈവാധീനം വഴി തെളിയിച്ചുകൊണ്ടിരിക്കും. അത് കാണുന്നവർക്ക്, അത് മനസ്സിലാക്കുന്നവർക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായി വരും. ഇവർക്ക് ചില ഉൾക്കാഴ്ചകൾ, ഒരു ഇൻഡ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് ചുമ്മാ ഈ ഓരോരുത്തർ ഈ ദിവാസ്വപ്നം കണ്ട് നടക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ ചിലപ്പം തോന്നും, അത് ചിലപ്പോൾ നടക്കാറുണ്ട്. അല്ലെ ചിലരുണ്ട് ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ, അവർ ചിന്തിക്കുന്നതെല്ലാം നടക്കുന്നു. അതൊക്കെ മാനസിക പ്രശ്നമാണ്, അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഇവർക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട്. അങ്ങനെ ഒരു ഈശ്വരീയമായ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമുള്ളവരാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും, ഇല്ലെന്നല്ല. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദൈവാധീനം കൊണ്ട് ഇവർക്ക് ജീവിതം നല്ല ഉയർച്ചയിലേക്ക്, വലിയ ഐശ്വര്യത്തിലേക്ക്, സമ്പത്തിലേക്കൊക്കെ മാറാൻ യോഗമുള്ളവരാണ് ഈ യവചിഹ്നമുള്ളവർ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട പരിഹാരം ഞാൻ അവസാനം പറഞ്ഞുതരാം. ഒരു ഹസ്തരേഖ രഹസ്യം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞുതരാം, കാരണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഇത് കണ്ടോണം. ഈ പറയുന്നതൊക്കെ പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളണം കേട്ടോ. ഇത് കണ്ടോ, ഇത് നടുവിരലിന് താഴെയുള്ള ഭാഗം ശനിമണ്ഡലം. ഈ ശനിമണ്ഡലത്തിന് താഴെ ഈ ചെറിയ ചെരുവോടുകൂടി ഒരു രേഖ കാണുക. നിവർന്നല്ല, നേരെയല്ല, ചെറിയ ചെരുവോടുകൂടി. ആ രേഖയുടെ ഇവിടെ ഒരു ശാഖ കാണുന്നു, താഴെ ഒരു ശാഖ കാണുന്നു, കണ്ടല്ലോ. ഇങ്ങനെ ഒരു രേഖ കണ്ടാൽ, ഇനി അതല്ല, ഇപ്പം ഇങ്ങനെ താഴെ ഒരു ശാഖ ഇല്ലയെന്ന് വിചാരിക്കുക, മേളിൽ ഒരു ശാഖ ഇല്ലെന്ന് വിചാരിക്കുക.
കുറുകെ ഒരു ഇങ്ങനെ ചെരിഞ്ഞൊരു രേഖ മാത്രമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണേലും ഇങ്ങനെ 2 ശാഖ ഉണ്ടെങ്കിലും എങ്ങനെയാണേലും ഈ ശനിമണ്ഡലത്തിന് താഴെ ഇങ്ങനെ ചെരിവോടുകൂടി ഒരു രേഖ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, അപ്രത്യക്ഷമായ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ശനി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ ബാലൻസ്, ഹസ്തരേഖയിലെ കാര്യം പറയുന്നത് കേട്ടോ, ജീവിതത്തിൽ ഒരു ബാലൻസ് ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ ബാലൻസ് നഷ്ടപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മനസ്സെപ്പോഴും വളരെ ഒരു ടെൻഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മനസ്സ് സ്റ്റഡി അല്ലാത്തതുകൊണ്ട്, മാനസികമായ സംഘർഷമുള്ളതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റാനും ഈ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. സാമ്പത്തികമായിക്കോട്ടെ, കുടുംബകാര്യങ്ങളായിക്കോട്ടെ, ഏർപ്പെടുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ അവർക്കത് ഗുണമുണ്ടാക്കാൻ പറ്റും. ഇവർക്ക് മാനസികമായിട്ട് സംഘർഷം കൂടുതലായിരിക്കും. മാനസികമായിട്ട് ഒരു എപ്പോഴും ചഞ്ചലത കൂടുതലായിരിക്കും മനസ്സിന്. അത് വേണോ ഇത് വേണോ, കൺഫ്യൂസിങ് മൈൻഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും പല പല പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരു കർമ്മദോഷം തന്നെയാണ്. അതൊരു കർമ്മദോഷം തന്നെയാണ്, ഒരു പ്രവൃത്തി ദോഷം തന്നെയാണ്. നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളിലെയോ ചെയ്ത കാര്യങ്ങളിലെയോ കോൺസിക്വൻസ്, പരിണിത ഫലമാണ് നമ്മൾക്കുണ്ടാകുന്ന പല കാര്യങ്ങളും. ഇതെല്ലാം ഒരു കണക്റ്റഡാണ്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന നല്ലൊരു കടമെന്ന് പറഞ്ഞാൽ എത്രയോ നാൾ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ് കടം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെടുത്ത് തലയിൽ വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പം അത് നമുക്ക് ശരിക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയും അതിൽ സാമ്പത്തിക പരാജയങ്ങളുണ്ടാകും. എന്തായാലും ഈ സാമ്പത്തിക പരാജയങ്ങൾ 90% ആലോചിച്ച് അന്വേഷിച്ച് അല്പം കാര്യശേഷിയോട് ചെയ്താൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 10% മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിനൊരു ലോണൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം വന്നു അടയ്ക്കാൻ പറ്റുന്നില്ല. അതൊരു 10% ഉള്ളൂ. 90% ആ കാര്യശേഷി ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനത്തിൻ്റെ വശം കൊണ്ട് കടത്തി വരുന്നവരാണ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഈ ചിഹ്നം, യവചിഹ്നം ആക്റ്റീവ് ആകാനും ഇതുകൊണ്ടുള്ള ചെറിയ ഇതുപോലെ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധികളെ, മനസ്സിൻ്റെ ചഞ്ചലത, ടെൻഷൻ, കടബാധ്യതകൾ, അതിനൊക്കെ ഒരു രണ്ടിനും കൂടി ഒരു പരിഹാരം ആണ് പറഞ്ഞു തരുന്നത്. അത് പൗർണമി നാളും, അതായത് വെളുത്തവാവ്. പൗർണമി എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് എല്ലാവർക്കും അറിയാമല്ലോ. പൗർണമി നാളും കറുത്തവാവും അന്നും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് പോയി ചെയ്യണം. അതാ ഫലം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണം? കടുംപായസം. ഈ ഭദ്രകാളിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഫലം നൽകും. അമ്മയ്ക്ക് കടുംപായസം വളരെ പ്രിയങ്കരമാണ്. അത് നിങ്ങൾക്കറിയത്തില്ലേ, അറിഞ്ഞോട്ടെന്ന് വെച്ചാൽ പറഞ്ഞു. കാരണം കടുംപായസം അമ്മ സംപ്രീതയായി പെട്ടെന്ന് സാമ്പത്തികം നൽകും. നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറ്റിത്തരും. അമ്മയ്ക്ക് കടുംപായസം വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ചിലടത്ത് കൂട്ടുപായസമൊക്കെ, പക്ഷേ എൻ്റെ അനുഭവത്തിൽ കടുംപായസം ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് ഗുണമുണ്ടാകുന്നുണ്ട്. അപ്പം കറുത്തവാവിൻ്റെ ഒന്നും പൗർണമിയുടെ ഒന്നും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 6-നും 6:30-ക്കും ഇടയ്ക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് നല്ല ഫലമുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ, അതായത് അമ്മയോട് ഭക്തിയോടെ, വിശ്വാസത്തോടെ, പിന്നെ ഈ തിരുമേനിമാർ ഈ ഗായത്രിയൊക്കെ കൃത്യമായിട്ട് ജപിക്കുന്ന തിരുമേനിമാരുണ്ട്. അവരൊക്കെ ഒരു പൂ വിട്ടാൽ പോലും ഫലമാണ്. അവർക്ക് മന്ത്രശക്തി ഉണ്ട്, ഉപാസനയുള്ള തിരുമേനിമാരുണ്ട്. പിന്നെ ഈ തിരുമേനിമാരാണെങ്കിൽ ദേവതയെ പൂജിക്കുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശക്തി കൂടിയ, ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന തിരുമേനിമാരുണ്ട്. അവരുടെയൊക്കെ ഒരു പൂ വിട്ടാലും ഫലമാണ്. അങ്ങനെയുള്ളവരുണ്ട്, എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പിന്നെ ചില ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അവിടുത്തെ ചൈതന്യത്തിന് പ്രത്യേകതയുണ്ട്. അത് അവിടുത്തെ ആചാരങ്ങളെ, ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ അനുസരിച്ച്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു നല്ല ക്ഷേത്രത്തിൽ നിത്യേന പൂജയുള്ള ശക്തിയുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഇത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ തന്നെ അത് ഫലമാണ്. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ക്ഷേത്രമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്നുവെച്ചാൽ ആ പുഷ്പാഞ്ജലിക്ക് തന്നെ വളരെ ഫലമുള്ളതാണ്. പുഷ്പങ്ങൾ ആ പുഷ്പാഞ്ജലിയായിട്ട്
അത് വളരെ ഫലമുള്ളതാണ്. ആ ദേവത അനുഗ്രഹിക്കും. പുഷ്പാഞ്ജലി തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നു. അത് വളരെ ഫലം ലഭിക്കുന്നതാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യണം. ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളും ചൈതന്യവും ഐതിഹ്യവും ആ ദേവതയുടെ പ്രത്യേകതയൊക്കെ പോലിരിക്കും. എന്തായാലും കൊള്ളാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് കൂടെ സമർപ്പിക്കുക. അല്ലെങ്കിൽ അല്പം നെയ്യ് വെച്ചാലും മതി. ചെറിയ നെയ്വിളക്കുണ്ട്. നെയ്വിളക്ക് കത്തിച്ച് വെക്കുക. അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ചാൽ വിശേഷ ഫലമാണ് കേട്ടോ. അല്ലെങ്കിൽ അല്പം നെയ്യാണേലും വെക്കുക. നെയ്വിളക്ക് ചിലയിടത്തൊന്നും നെയ്വിളക്ക് ചിലപ്പം ഇല്ലെങ്കിൽ നെയ്യാണേലും വെക്കുക. നെയ്യ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വാവട്ടം പൊട്ടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അടച്ചിട്ട് വെച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പം ആ വാവട്ടം ഒന്ന് പൊട്ടിച്ചിട്ട് പ്രാർത്ഥിക്കണം. കാരണം ആ ഒരു ദേവതയ്ക്ക് മുന്നിൽ നമ്മുടെ ഒരു സമർപ്പണമാണ്. ഇപ്പോൾ ഒരു സാമ്പ്രാണിയാണെങ്കിലും നടക്കി വെക്കുകയാണെങ്കിൽ അതിന് വാവട്ടം പൊട്ടിച്ച് ആ സാമ്പ്രാണിയുടെ ആ ഒരു ഗന്ധം ആ അന്തരീക്ഷത്തിലേക്കൊന്ന് പടരുമ്പോൾ അതൊരു പ്രത്യേക ഫലമാണ്. അതുപോലെ ഈ നെയ്യാണേലും അല്ലാതെ സമർപ്പിക്കുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം നെയ്യുടെ നമ്മൾ ആ വാവട്ടം പൊട്ടിച്ച് തുറന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആ അടപ്പുകൊണ്ട് അടച്ചിട്ട് നടക്കി വെക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ആ നമ്മൾ സമർപ്പിക്കുന്ന ഇപ്പം നെയ്യൊക്കെ ആണേലും അതൊരു നമുക്കൊരു തൃപ്തി വരും. അപ്പോൾ ഇനി അല്ലാതെ ഇപ്പം അടച്ച് തുറക്കാതെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചാലും ഫലം ഉണ്ടാകും. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു സമർപ്പണമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ഈ വ്യാഴാഴ്ചകൾ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമാധി സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ പിന്നെ ഒരു ദക്ഷിണ, അല്പം സാമ്പ്രാണി, അല്പം കർപ്പൂരം, പിന്നെ അല്പം നെയ്യൊക്കെ സമർപ്പിച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് എങ്ങനെ സമർപ്പിക്കാനാണെന്നറിയോ? കർപ്പൂരമാണെങ്കിലും പൊട്ടിച്ച് വെക്കുക. അതൊരു വിശേഷ ഫലമാണ്. നടക്കി വെക്കുക. കവറിനകത്തൊന്ന് പൊട്ടിച്ച് വെക്കുക. ആളുകൾ ചില ചെയ്യുന്ന കണ്ടിട്ടില്ല. സാമ്പ്രാണി ആണെങ്കിലും അത് പൊട്ടിച്ച് ഒരു വാവട്ടമെങ്കിലും പൊട്ടിച്ച് വെക്കുക. നെയ്യാണേലും അത് പൊട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അടച്ചു വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോഴൊരു ഫലം നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിലും അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം വാവട്ടം പൊട്ടിക്കാതെ നെയ്യാണെങ്കിൽ പോയി നെയ്യുടെ കുപ്പി വെച്ചാലും ഫലം കിട്ടും. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് കറുത്തവാവിനും പൗർണമിക്കും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. വിശേഷ ഫലമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകാനും കൂടുതലുണ്ടാകാനും ഇതുകൊണ്ടുള്ള ഭാഗ്യതടസ്സങ്ങൾ മാറുവാനും വലിയ സമ്പത്ത് ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും അത് ഉപകരിക്കും. അപ്പം ഇത്തരം നല്ല കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പം ചിലർ പറയും അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യണ്ട, പറ്റുന്ന ക്ഷേത്രത്തിൽ ചെയ്യുക. ചില ക്ഷേത്രത്തിൽ അങ്ങനെ ചിലപ്പം പറയാറുണ്ട്. ചില ക്ഷേത്രത്തിൽ ഞാൻ ചെമ്പരത്തിമാല സമ്മതിക്കത്തില്ല. ഇല്ല, പറ്റുന്നിടത്ത് ചെയ്യുക. പക്ഷെ അതൊക്കെ ചെയ്താൽ ഫലമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വാട്സാപ്പിൽ ആരാണ് മെസ്സേജ് ചെയ്തു. അവരുടെ അവൽ ഏകാദശിക്ക് കൊണ്ടുകൊടുത്തപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഇപ്പം നിവേദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് നമ്മൾ അനുസരിക്കുക. കാരണം ആ ക്ഷേത്രത്തിൽ എന്താണോ ആയിക്കോട്ടെ, നമ്മൾ വേറെ പറ്റുന്നിടത്ത് പോയി ചെയ്യുക. ഇനിയും ഇപ്പം നിങ്ങൾ അവൽ നടക്കി വെച്ചെന്ന് വെച്ചു, അപ്പോൾ അവിടെ പറയുക ഇപ്പം നേദിക്കത്തില്ല എന്ന് പറയാം. നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അവിടെ ഭഗവാൻ സ്വീകരിച്ചു. നേദിക്കോ നേദിക്കാതിരിക്കോ അത് അയാളുടെ കർമ്മം. അതിൻ്റെ ഫലം അയാൾ അനുഭവിച്ചോളൂ. അതാരാണേലും നിങ്ങൾ അത് വെച്ചാൽ ദേവൻ അത് സ്വീകരിച്ചു. അത് നിങ്ങൾക്ക് യാതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് നേദിക്കുന്നതോ ആ കർമ്മയുടെ കർമ്മഫലത്തിൽ വരുന്നു. അത് നന്നായിട്ട് ചെയ്ത അയാൾക്ക് ഗുണമുണ്ടാകും. അതൊരു നിവേദ്യത്തിൻ്റെ തടസ്സം നിന്നാൽ അയാൾക്ക് അതിന് കർമ്മഫലം ഉണ്ടാകും. ഇത് സത്യം ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ ശാസ്ത്രത്തിലും ആ ഈശ്വരനെ ധ്യാനിക്കുന്ന മനസ്സുകൊണ്ട് പറയുന്നത്. നിങ്ങളത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു. ഇവനെയും എന്ന് കരുതി ഇപ്പോൾ ഒരിടത്ത് പറയാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവിടെ പറയുന്ന അനുസരിക്കുക. നമ്മൾ പറ്റുന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇനി അഥവാ നിങ്ങൾ വെച്ച് പോയാലും നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെച്ചെങ്കിൽ അത് ഭഗവാൻ സ്വീകരിച്ചു. ചില വഴിപാടുകൾ അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കാമെന്ന് പറയുമ്പം തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ആ ദേവത അത് സ്വീകരിച്ചു. എന്നുവരെ നമ്മൾ പോയി വഴിപാട് വയ്ക്കണം. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സ് ആ ദേവതയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പരിപൂർണമാണ്.
പക്ഷെ നമ്മൾ വഴിപാട് പോയി ചെയ്യുക തന്നെ വേണം. ചിലയിടത്ത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടൊരു കാര്യം നേർന്നാൽ തന്നെ ആ കാര്യം നടക്കുന്നതിൻ്റെ കാര്യം ആ ദേവത നിങ്ങളുടെ വിളി കേട്ട് അതുകൊണ്ടാണ്. അപ്പം നിങ്ങളും ദേവതയും തമ്മിൽ അതുപോലെ ആ മാനസികമായിട്ടൊരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫലമാണ്. പിന്നെ നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി അത് കൊടുക്കുകയും വേണം കേട്ടോ. ഒരു നന്ദിയും കൂടെ പറയണം, അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോ ശിവ ശിവ.